ബാലയുടെ മുൻ ഭാര്യ എലിസബത്ത് ഉദയൻ അവർ കഴിഞ്ഞ ദിവസം ആത്മഹത്യാ ശ്രമം നടത്തി ആശുപത്രിയിൽ കിടക്കയിൽ കിടക്കുന്ന സമയത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ബാലയെ അങ്ങേയറ്റം കുറ്റം പറഞ്ഞുകൊണ്ട് ബാലയുടെ മാനസികമായ പീഡനം സഹിക്കുക വയ്യാതെയാണ് താൻ ആത്മഹത്യാ ശ്രമം നടത്തിയത് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വീണ്ടും എന്തോ എലിസബത്ത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും പ്രതികരണമായി വന്നിട്ടുണ്ട് എന്നാണ് കാണുന്നത്. എന്താണ് അതിൽ പറയുന്നത്? തീർച്ചയായും വിഷമം താങ്ങാൻ പറ്റാതെ വന്നപ്പോഴാണ് ചെയ്തത്. എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു എന്നാണ് എലിസബത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആത്മഹത്യക്ക് ശ്രമിച്ചതിന് പിന്നാലെയുള്ള കാരണം ഇതൊന്നുമല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എലിസബത്ത് ഇപ്പോൾ പറയുന്നത് വിഷമം താങ്ങാൻ പറ്റാതെ വന്നപ്പോൾ ചെയ്തതാണ്, താൻ കാരണം വിഷമം അനുഭവിച്ച എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി കുറച്ച് ദിവസത്തിനുള്ളിൽ നാട്ടിൽ എത്തും. ഒരു സമയത്ത് എനിക്ക് വിഷമം താങ്ങാൻ പറ്റിയിരുന്നില്ല, എന്നാൽ അതൊരു വിശദീകരണമല്ലെന്ന് എനിക്കറിയാം. മാപ്പ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്നും അറിയാം. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരോട് ഒരുപാട് നന്ദി. എന്തൊക്കെ വിഷമങ്ങൾ വന്നാലും ഇനി പോരാടണം, ഇതുപോലെ ചെറിയ സന്തോഷങ്ങളെപ്പോലും ആഘോഷിക്കാൻ പഠിക്കണം എന്നൊക്കെയാണ് എലിസബത്ത് പറയുന്നത്. ഇപ്പോൾ കുറച്ച് വിഷമമുള്ള സമയത്താണ് ഞാനിപ്പോൾ കഴിക്കുന്ന ഈ ഡിപ്രഷനുള്ള മരുന്ന് നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും ആരംഭിക്കും. അതിനാൽ ഇപ്പോൾ കുറച്ച് വിത്ഡ്രോവൽ സിൻഡ്രോം ഉണ്ടാകും. ഡിപ്രഷൻ മരുന്ന് വളരെ പതുക്കെ മാത്രമേ നിർത്താനാകൂ. പക്ഷേ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വൃത്തികെട്ട പരിപാടി കാണിച്ചത് കാരണം മരുന്ന് ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എലിസബത്ത് പറയുന്നു. അപ്പോൾ ഇവർ ഇത്തരത്തിൽ ഡിപ്രഷനുള്ള മരുന്ന് കഴിക്കുന്നതിനുള്ള കാരണം അവർ വെളിപ്പെടുത്തിയിരുന്നു. ബാലയിൽ നിന്ന് ഏറ്റ മാനസിക ശാരീരികമായ ആ ഒരു ട്രോമയിൽ നിന്ന് മോചിതയാവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഡിപ്രഷനുള്ള മരുന്ന് കഴിക്കുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് നിർത്താൻ കഴിയും, വളരെ പതുക്കെ നിർത്താൻ കഴിയുമെന്നാണ് പറയുന്നത്. ഏതായാലും ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത് ഒരു പക്ഷേ ഇത്തരത്തിൽ ബാലയുടെ ഈ പറഞ്ഞ ഇതിനെ തുടർന്നാണ്. പക്ഷേ ബാല ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് താൻ ആരോടും അങ്ങനെ മോശമായി പെരുമാറിയിട്ടില്ല, ദ്രോഹിച്ചിട്ടില്ല. കോകില കം ഹിയർ എന്നൊക്കെ പറഞ്ഞിട്ട് കോകിലയെ വിളിച്ചിരുത്തി കോകിലയും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ബാലയെ സംബന്ധിച്ചിടത്തോളം ബാല ഇത്തരത്തിൽ ആദ്യ ഭാര്യ അമൃതയോടും ഇത്തരത്തിൽ ശാരീരിക മാനസിക പീഡനങ്ങൾ നടത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുമാത്രമല്ല അവരുടെ കുട്ടിയും ഇത്തരത്തിൽ യൂട്യൂബ് വഴി വന്ന് ബാല ചെയ്ത ക്രൂരതകളെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ബാല പിന്നെ ഈ കുട്ടിയെ കാണാനൊന്നും പോകാതിരുന്നത്. അതിന് മുമ്പ് വരെ കുട്ടിയോട് ഭയങ്കര താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു ബാല. എപ്പോഴും കുട്ടിയെ കാണണം എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം ബാലയ്ക്ക് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉണ്ടായ സമയത്ത് ഇവരെല്ലാം തന്നെ ഓടിയെത്തിയിരുന്നു. അവർ അതിന് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ ബാല ഇപ്പോൾ കോകിലയുമായി സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ്. കോകില വൈകിട്ട് കൃത്യം വീട്ടിലെത്തും, കോകില ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. വളരെ സന്തോഷവാനാണ്, ഞാൻ സന്തോഷമായി ജീവിച്ചു പൊക്കോട്ടെ, എന്നെ ശല്യം ചെയ്തതെന്നുള്ള രീതിയിലാണ് ബാല കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. ബാല അതോടൊപ്പം തന്നെ കൊച്ചിയിലെത്തി തന്നെ അപമാനിക്കുന്ന തരത്തിൽ പോലീസ് കേസുമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന എലിസബത്ത് പിന്നെയും ഇപ്പോഴും ബാലയുടെ ശല്യം ഉണ്ടെങ്കിൽ മാത്രമല്ല ഇപ്പോൾ അത്തരത്തിൽ ആത്മഹത്യാ ശ്രമം നടത്തുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ശല്യമുണ്ടോ എന്ന് കണ്ടെത്തേണ്ടത് പോലീസാണ്, അല്ലേ? ചേട്ടാ, ഇതിൽ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ ബാലയുടെ ഫാമിലി ഇഷ്യൂ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അത് റിപ്പോർട്ട് ചെയ്ത് ആളുകൾക്ക് മതിയായ ഒരു കേസാണ്. ബാല അമൃതയെ വിവാഹം ചെയ്യുന്നു, വലിയ മാധ്യമ ശ്രദ്ധ നേടുന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, 15 വർഷമാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അത്രയും വർഷങ്ങൾക്ക് ശേഷം അമൃത ബാലയുമായിട്ട് ഡിവോഴ്സ് ആകുന്നു. അമൃത വേറെ പോകുന്നു. ഇതിനുശേഷം കോടതി അതിൻ്റെ ഇടയിൽ വെച്ച കുറച്ച് ഉടമ്പടികളുണ്ട്. അതായത് കുഞ്ഞിനെ കാണണം എന്ന ആഗ്രഹമുള്ളപ്പോൾ കുഞ്ഞിനെ കാണിക്കണം. അങ്ങനെ പിന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാധ്യമങ്ങളിലൂടെ വലിയ ചർച്ചകൾക്ക് പോകരുത്, രണ്ടുപേരുടെയും പേരെടുത്ത് പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ അതിനിടയിലും ബാല ഈ ചില സന്ദർഭങ്ങളിൽ അമൃതയുടെ കുടുംബത്തിനെതിരെയും അമൃതക്കെതിരെയും ഒക്കെ വലിയ തോതിൽ മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് ചില മാധ്യമങ്ങളിൽ സംസാരിക്കാറുണ്ട്. അപ്പോൾ ആ സംസാരമൊക്കെ പിന്നീട് വലിയ മാധ്യമ ശ്രദ്ധ കിട്ടും, വലിയ ചർച്ചയാവും. അമൃത അതിന് മറുപടി പറയും. അവസാനമായപ്പോൾ അവർക്ക് മതിയായി അമൃതയുടെ കുടുംബത്തിന്. ബാല അതിനിടയിൽ എലിസബത്തിനെ വിവാഹം ചെയ്തു എന്ന വാർത്ത വരുന്നു. വിവാഹ ഫോട്ടോയും കാര്യങ്ങളും സംഭവങ്ങളെല്ലാം പുറത്തു വരുന്നു. വിവാഹം നടക്കുകയും ചെയ്യുന്നു. അമൃതയുടെ വഴിയിലേക്ക് പോകുന്നു, വേറെ വിവാഹം കാര്യങ്ങൾ ആ രീതിയിലേക്ക് അമൃത പോകുന്നു. പക്ഷേ ഈ എലിസബത്തിൻ്റെ കാര്യം വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ എലിസബത്ത് കൂടെ നിൽക്കുന്ന സമയത്തും ബാല അമൃതയുമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടരുന്നു എന്നുള്ളതായിരുന്നു ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പിന്നീട് എലിസബത്തുമായിട്ട് വേർപിരിഞ്ഞു.
എലിസബത്തുമായിട്ട് വേർപിരിഞ്ഞ ഘട്ടത്തിൽ എലിസബത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ബാല ഒരു ക്രിമിനലിനെ പോലെയാണ് പെരുമാറുക, വീടിനകത്ത് ഭയപ്പാടോടുകൂടിയാണ് ഞാൻ ഇത്രയും ദിവസം അവിടെ കഴിഞ്ഞത് എന്നൊക്കെ നമ്മൾ കണ്ടിട്ടില്ലല്ലേ. അപ്പം ഈ അങ്ങനെ ഭയപ്പാടോടുകൂടെ ജീവിച്ച ഒരു മനുഷ്യൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട സന്തോഷമാണ് എനിക്കിപ്പോൾ എന്നാണ് എലിസബത്ത് പറഞ്ഞത്. ഇപ്പോൾ അതിനുശേഷം ബാല മറ്റൊരു വിവാഹം കഴിക്കുന്നു. ആ വിവാഹത്തിൽ ഈ പറഞ്ഞ കോകില എന്ന് പറയുന്ന അവരുടെ കുടുംബത്തിൽ തന്നെയുള്ള ഒരു കുട്ടിയെ വിവാഹം കഴിക്കുന്നു. അത്യാവശ്യം നല്ല ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു കുടുംബം ആയിട്ട് ഇപ്പോൾ അവർ സെറ്റിലായിട്ട് അവർ അവരുടേതായ ജീവിതത്തിലേക്ക് പോകുന്നു എന്നത്. പക്ഷേ അതിനിടയിൽ ഈ എലിസബത്തിനെ മാനസികമായിട്ട് പീഡിപ്പിക്കാൻ ഇങ്ങേർക്ക് ഇത് എവിടുന്ന് സമയം എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇങ്ങേർക്ക് കോകിലയായിട്ട് ജീവിതം നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് കൊണ്ട് ആ വഴിക്കങ്ങ് പോയാൽ പോരെ. പിന്നെ ഈ എലിസബത്തിനെ ഉപദ്രവിക്കുന്നത് എന്തിനാന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട്. പക്ഷേ അവിടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എലിസബത്തിനെ ഏത് രീതിയിൽ ഉപദ്രവിച്ചു എന്നുള്ളത് ഇനി പ്രൂവ് ചെയ്യേണ്ടത് എലിസബത്താണ്. ഇപ്പം എലിസബത്ത് പറയുന്നു, എന്നെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നു, എന്നെക്കുറിച്ച് മോശമായിട്ട് മാധ്യമങ്ങളിൽ പറയുന്നു, ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞ സമയത്ത് കോടതിയിലൊരു കേസ് നിലനിൽക്കുന്നുണ്ട്. ആ കേസിൽ പറയുന്ന കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും പരസ്പരം ചെളിവാരി എറിയരുത്, മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് ഒരു വഴി ഉണ്ടാക്കി കൊടുക്കരുത്, രണ്ടുപേരുടെയും പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പറയരുത്, പരസ്പരം ഉപദ്രവിക്കാതെ നിങ്ങൾ രണ്ടുപേരുടെ വഴിക്ക് പോകണം, കോടതിക്ക് അത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടും ചില മാധ്യമങ്ങളിൽ ബാല എൻ്റെ പേര് പറഞ്ഞില്ലെങ്കിലും അത് എന്നെക്കുറിച്ചാണ് പറയുന്നത്, എന്നെക്കുറിച്ച് ശരിക്കും എന്നെ ടാർഗറ്റ് ചെയ്ത് പറയുന്നതാണ് എന്നാണ് എലിസബത്തിൻ്റെ പ്രശ്നം. ഈ ഒരു വിഷയം വന്നപ്പോൾ എലിസബത്തിന് ചിലപ്പോൾ താങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല, മാനസികമായിട്ട് ബുദ്ധിമുട്ടായി. എന്നിട്ട് കുറേ ഉറക്കഗുളികൾ വാരി കഴിച്ചിട്ട് ആത്മഹത്യക്ക് ശ്രമിക്കുന്നു, ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നു. ബോധം വന്നപ്പം ഒരു വീഡിയോ ഇടുന്നു, ബാല എന്നെ മാനസികമായിട്ട് പീഡിപ്പിച്ചു, മാനസികമായിട്ട് എന്നെ ജീവിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകുന്നു, അതുകൊണ്ടാണ് ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നുള്ളത്. ഇപ്പോൾ ഡിസ്ചാർജ് ആയി കഴിയുമ്പോൾ വേറൊരു വീഡിയോ ഇടുന്നു, എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു, എനിക്ക് തെറ്റ് പറ്റിപ്പോയി, ബാല അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞാൻ. ഇടയിൽ നിങ്ങളുടെ ഈ എന്താ പറയുക, ഒരു സമയത്ത് ആത്മഹത്യ ശ്രമം നടത്താൻ പോവുക, അത് കഴിഞ്ഞിട്ട് ഇത് കഴിയുക, എന്നിട്ട് ഞാൻ പിന്നെ പറയാം ഡിപ്രഷൻ സ്റ്റേജിലാണെന്ന് പറയാം. നിങ്ങൾ എലിസബത്തിന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എലിസബത്ത് ഒരു ഡോക്ടറാണ്, അത്രയും ബോൾഡായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ട ഒരാളാണ് നിങ്ങൾ. നിങ്ങളുടെ മുന്നിൽ വരുന്ന പേഷ്യൻസിന് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അവരുടെ മൈൻഡ് ബോൾഡാക്കി കൊണ്ടുവരേണ്ട ഒരു ആളാണ് ഡോക്ടർ എന്ന് പറയുന്ന ആൾ. ആ നിങ്ങൾ തന്നെ ഇതുപോലുള്ള ഒരു ചെറിയ കാര്യങ്ങൾക്ക് നിസ്സാര കാര്യങ്ങൾക്ക് പോയിട്ട് ഡിപ്രഷൻ അടിച്ചിട്ട് ആശുപത്രിയിൽ ആത്മഹത്യാ ശ്രമം നടത്തിയിട്ട് പോയി അഡ്മിറ്റായി കിടക്കുക എന്നൊക്കെ പറയുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ്. ഇനിയിപ്പം ബാലയുടെക്കെതിരെ എലിസബത്തിൻ്റെ ഒരു പരാതിയുണ്ട്, ബാല എലിസബത്തിനെതിരെ കൊടുത്തൊരു പരാതിയുമുണ്ട്. അതായത് ഈ സോഷ്യൽ മീഡിയ വഴി ഉപദ്രവിക്കുന്നു എന്നുള്ള രീതിയിൽ ബാല കൊടുത്തൊരു പരാതിയുണ്ട്. എലിസബത്ത് യാതൊരു കാരണവുമില്ലാതെയാണ് തനിക്കെതിരെ വീഡിയോ ചെയ്യുന്നത്, തൻ്റെ പേര് എഴുതി വെച്ചിട്ട് ആത്മഹത്യാ ശ്രമം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ബാല കൊടുത്തൊരു പരാതിയുണ്ട്. ഈ എലിസബത്തും അതുപോലെ തന്നെ എന്നെ മാനസികമായിട്ട് ഉപദ്രവിക്കുന്നു എന്നുള്ളൊരു പരാതി ബാലയ്ക്കെതിരെയും കൊടുക്കുന്നത്. ഈ രണ്ട് കേസും പോലീസ് അന്വേഷിക്കണം. പോലീസ് വിചാരിക്കുന്നത് എന്ത് തലവേദന പിടിച്ച കേസാണെന്നുള്ളത്. കാരണം എപ്പോൾ നോക്കിയാലും ഇവരുടെ കേസ് ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഈ രണ്ട് കേസിലും പോലീസാണ് ഇത് അന്വേഷണം നടത്തി ഇത് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ കോടതിയിൽ ഇവർക്ക് രണ്ടുപേരുടെയും നേരത്തെ ഒരു കേസ് കിടക്കുന്നതുകൊണ്ട് കോടതിയിൽ സ്വാഭാവികമായിട്ടും ഇത് ഇങ്ങനൊരു പരാതി വന്നു കഴിഞ്ഞാൽ അന്വേഷിക്കേണ്ടതുണ്ട്, അന്വേഷിച്ചിട്ട് അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുകൊണ്ട് ഈ രണ്ട് കേസും പോലീസ് കൃത്യമായിട്ട് അന്വേഷണം നടത്തും. അന്വേഷണം നടത്തിയതിന് ശേഷം ഈ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും. ഇപ്പോൾ കേരളത്തിലേക്ക് അടുത്ത ദിവസം വരുന്ന എലിസബത്തിനെ മിക്കവാറും ഇവിടെ ബാല കൊടുത്ത പരാതിയിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ പോലീസ് അവരുടെ വീട്ടിൽ പോയിട്ട് മൊഴിയെടുക്കും, എന്താണ് ഇതിൽ പറയാനുള്ള കാര്യങ്ങളൊക്കെ. രണ്ടുപേരുടെ കാര്യങ്ങൾ ഇനി സ്റ്റേഷനിൽ പറയാം, എന്നിട്ട് അത് എന്തായാലും കോടതിയിൽ സമർപ്പിക്കേണ്ടി വരും. കാരണം ആത്മഹത്യാ ശ്രമമൊക്കെ നടത്തിയ ഒരു കേസായതുകൊണ്ട് തന്നെ നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.